സപ്താഹം നടക്കുകയാണ്. സപ്താഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പാവം ബ്രാഹ്മണന് മക്കളുണ്ടാവാനുള്ള ആഗ്രഹമുണ്ട്. കുറേ സ്വത്തുണ്ട്. പക്ഷെ ഭാര്യയാണ് സുന്ദരിയും അതേസമയം അവർക്ക് ഭയങ്കര ദേഷ്യക്കാരുമായിരുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുട്ടികളില്ല. അപ്പോൾ ഈ ബ്രാഹ്മണനാണ് പൂർണ്ണ ഭക്തനും മന്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ള ഒരാളും ഒരു പാവം മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു സന്യാസിനെ കണ്ട് സന്യാസിയോട് പറയാണ്, എനിക്കൊരു കുഞ്ഞിനെ വേണം. അപ്പോൾ സന്യാസി കണ്ണടച്ചിരുന്ന് ആലോചിക്കും. ധ്യാനിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടായാലും കാര്യമൊന്നുമില്ല എന്നുള്ളത് തോന്നും. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് സന്യാസി പറയുന്നു, ഇപ്പം മക്കളില്ലാണ്ടിരിക്കുക നല്ലത്, നിങ്ങൾക്ക് പിന്നീട് അതൊരു ദോഷമാവും എന്ന് പറഞ്ഞപ്പോൾ അയാൾ കാൽക്ക് വീണ്, ഈ ബ്രാഹ്മണൻ കാൽക്ക് വീണതിന് ശേഷം ഇദ്ദേഹം പറയാണ്, എനിക്ക് കുഞ്ഞുണ്ടായാലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു മാമ്പഴം കൊടുത്തയക്കാം. മാമ്പഴം കൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കണം. ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു സ്വഭാവമുള്ളൊരു മകനുണ്ടാവുക എന്ന് പറയുകയും ബ്രാഹ്മണൻ എന്ത് ചെയ്തു, ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്തു. ഭാര്യ ദേഷ്യക്കാരായതുകൊണ്ട് അതങ്ങനെ പശുവിനിട്ട് കൊടുത്തു. അപ്പോൾ ഭാര്യയുടെ അനിയത്തി ഗർഭിണിയായിരുന്നു. ഭാര്യൻ്റെ അനിയത്തി പറഞ്ഞു കൊടുക്കും, നോക്കൂ നമുക്ക് ഒരു സൂത്രം ചെയ്യാം, ഞാനവിടെ എങ്ങനെയെങ്കിലും നിൽക്കാം, ഞാൻ പ്രസവിച്ച കുട്ടിയെ നീ കുട്ടിയായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറയുകയും ആ സ്ത്രീ അവിടെ നിന്ന് പ്രസവിച്ചു. ഈ ഭർത്താവിനോട് പറയും, എൻ്റെ കുട്ടിയാണിത് എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്തു. ബ്രാഹ്മണൻ സന്തോഷത്തോടുകൂടി ഉണ്ണിയുണ്ടായല്ലോ എന്നൊരു സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ പശു പ്രസവിക്കുകയാണ്. പശുവിൻ്റെ കുട്ടീനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. രണ്ട് ചെവികളും പശുവിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കുട്ടീനെ നല്ല ഇഷ്ടമായി ബ്രാഹ്മണൻ അവന് ഗോകർണൻ എന്ന് പേരിടുകയും മറ്റേ കുട്ടിക്ക് സുകർണൻ എന്ന് പേരിടുകയും ചെയ്തു. സുകർണൻ ദുഷ്ടനായി വളർന്നു. ഗോകർണൻ എല്ലാ മന്ത്രങ്ങളും പഠിച്ചതിന് ശേഷം അദ്ദേഹം സന്യാസം സ്വീകരിക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ചു കൊല്ലത്തിന് ശേഷം ഗോകർണൻ വരുമ്പോഴേക്കും സുകർണൻ പല സ്ത്രീകളെയും കൊണ്ടുവന്ന് അമ്മേനെ അടിക്കുകയും അച്ഛനടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അച്ഛൻ മനം തൊന്ന് കരഞ്ഞ് കണക്കി ചാടി മരിച്ച സമയത്താണ് ഗോകർണന്റെ വരവ്. അപ്പോൾ ഗോകർണൻ വേഗം നാട്ടുകാരെയൊക്കെ വിളിച്ച് ഇവന്റെ ദുഷ്പ്രവൃത്തി പറയുകയും അവരെല്ലാവരും കൂടി സുകർണനെ അവിടെ നിന്ന് ഓടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സുകർണൻ ആത്മഹത്യ ചെയ്തപ്പോൾ ഇവന്റെ ആത്മാവ് കിടന്ന് നടന്ന് എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാരദൻ വരികയും നാരദനോട് ധ്യാനിച്ചിരുന്നു. നാരദനോട് ചോദിക്കും. നാരദൻ പറയും, സപ്താഹം നടക്കുന്നുണ്ട്, സപ്താഹത്തിന് പോയി ആത്മാവിനെ ഒരു മുളയുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും പൂജയൊക്കെ ചെയ്ത് അതിന് കടത്തിയിരുത്തുക. 7 ദിവസം ഓരോ ദിവസം ഓരോ ഭാഗം പൊട്ടിത്തെറിക്കും. അങ്ങനെ തെറിച്ച് 7ാമത്തെ ദിവസം അവന് മോക്ഷം കിട്ടുന്നതായിരിക്കും എന്ന് പറയുകയും അങ്ങനെ ഗോകർണൻ ഈ ആത്മാവിനോട് പറഞ്ഞപ്പോൾ ആത്മാവ് സമ്മതിച്ച് അങ്ങനെ സപ്താഹത്തിന്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഭാഗം പൊട്ടി, പിന്നത്തെ ദിവസം അങ്ങനെ മുളം പൊട്ടി പോവുകയും ആ സുകർണന് മോക്ഷം കിട്ടുകയും ചെയ്യുന്നതാണ് സപ്താഹം.